إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് തഖ്വ കൈമുതലാക്കി ജീവിക്കാൻ ഞാനും നിങ്ങളും നന്നായി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണേ എന്ന് ആത്മാർത്ഥമായി ആമുഖമെന്നോണം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഗൗരവത്തോടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി ഈ ലോകത്തോട് വിട ചൊല്ലുവാനും
അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ ഒത്തുചേരുന്ന സ്വർഗത്തിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഫിർദൗസുൽ അലയിൽ കുടുംബസമേതം ഒത്തൊരുമിച്ച് സന്തോഷിക്കുവാനുള്ള അതിമഹത്തായ തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ ഗുണം തലമുറയിൽ ദീനിൻ്റെ പരിശോധനയാണ്. വരാനിരിക്കുന്ന തലമുറയിൽ അള്ളാഹുവിൻ്റെ ദീന് എത്രയുണ്ട് എന്ന പരിശോധന നമ്മുടെ മുൻഗാമികൾ വളരെ നന്നായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇസ്ലാമിൻ്റെ തണലിൽ ജീവിക്കുന്നത്. നമ്മുടെ മക്കളും നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ പെൺകുട്ടികളും അഥവാ വരാനിരിക്കുന്ന തലമുറയിൽ മതത്തിൻ്റെ അവസ്ഥ എന്താണ്, അവരുടെ ദീനീയായ ലെവൽ എന്താണ് എന്ന് പരിശോധിക്കുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മുടെയൊക്കെ ഈ ദീനിനോടുള്ള ധർമ്മമാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സമയത്ത് അദ്ദേഹത്തിനൊരു കുഞ്ഞില്ല എന്ന ടെൻഷൻ ധാരാളമുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ വളരെ പ്രയാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം നരബാധിച്ചു വെട്ടിത്തിളങ്ങുന്നു. ശരീരത്തിൻ്റെ അവയവങ്ങളും അസ്ഥികളും വരെ ശോഷിച്ചുപോയി ദൗർബല്യത്തിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, റബ്ബേ എനിക്കൊരു കുഞ്ഞിനെ തരണേ. അള്ളാഹുവിനോടൊരു കുട്ടിയെ ചോദിച്ചു. പക്ഷേ എന്തിനാണ് ആ കുട്ടിയെ ചോദിച്ചത്? സൂറത്തു മറിയമിലെ 5-ാമത്തെ ആയത്ത്, ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ്ലി മിൻ ലദുൻക വലിയ. പടച്ചോനെ, എനിക്ക് ശേഷം ഒരു പിന്തുടർച്ചാവകാശി ഉണ്ടാകുന്നതിനെ തൊട്ട് ഞാൻ ഭയത്തിലാണ്. എന്ന് വെച്ചാൽ എനിക്ക് ശേഷം ഈ ദീനിനെ കൊണ്ട് നടക്കുന്ന ഒരാളില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പേടി. തഫ്സീറിൽ കാണാൻ കഴിയും, ജക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മക്കളില്ല എന്ന ദുഃഖമല്ല, മറിച്ച് ഈ ദീന് കൊണ്ടു നടക്കുന്ന ജക്കരിയ നബി നിർവഹിച്ച ദൗത്യം കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം. പ്രത്യേകമായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കും, ഇലാ യൗമിൽ ഖിയാമ പടച്ചോൻ്റെ ദീൻ ഇവിടെ ഉണ്ടാവും. പക്ഷെ പിന്നെ എന്തിനാണ് സക്കരിയ നബി അദ്ദേഹത്തിൻ്റെ ഒരു മകനെ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിൽ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഇനി ഉപ്പയാകാൻ പോകുന്നവരുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്കൊക്കെ മക്കളുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മകനില്ല എന്ന ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, സക്കരിയ നബി നിർവഹിച്ച ദൗത്യം കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയില്ല എന്നുള്ളതാണ്. പടച്ച റബ്ബേ, ദീനിനെ ഇവിടെ നിലനിർത്തും, പക്ഷേ എൻ്റെ മക്കളിലൂടെ ദീനിനെ ഇവിടെ നിലനിൽക്കണം. അതാണ് ആഗ്രഹം. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഉപ്പമാർ ചിലപ്പോൾ സജീവമായി ദീനീ രംഗത്തുണ്ടാവും, പക്ഷെ മക്കൾ അവരാഗ്രഹിച്ചിട്ട് പോലും ചിലപ്പോൾ ആ രംഗത്തേക്ക് വരാത്ത അവസ്ഥ ഉണ്ടാവും. അത്തരം ആളുകളുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ മക്കളെയൊക്കെ ഈ ദീനിൻ്റെ സേവകരാക്കി തീർക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു ലക്ഷ്യം ജീവിതത്തിൽ നമുക്കുണ്ടോ? പടച്ച റബ്ബേ, ഞാൻ കൊണ്ടു നടത്തിയ ഈ ദൗത്യം എൻ്റെ മക്കൾ മുഖേന ഈ നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീനിന് വെളിച്ചം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ റബ്ബേ എനിക്കുണ്ടാവണേ എന്ന പ്രാർത്ഥന, ആ പ്രതീക്ഷ പ്രിയമുള്ളവരെ നമുക്ക് എത്ര പേർക്കുണ്ട്? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനാണ് പ്രാർത്ഥിച്ചത്. അള്ളാഹ് എൻ്റെ കുഞ്ഞിലൂടെ, എൻ്റെ മകനിലൂടെ ഈ ദീനിൻ്റെ ദഅവത്ത് ഇവിടെ നിലനിർത്തണേ റബ്ബേ എന്നാണ്. അതാണ് വരും തലമുറയിൽ ദഅവത്തുണ്ടോ, ദീനുണ്ടോ എന്ന പരിശോധന. പരിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകൻ്റെ മരണത്തിന് നിങ്ങൾ സാക്ഷിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അം കുന്തും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് നബിയുടെ മരണസമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അള്ളാൻ്റെ ചോദ്യമാണ്. നമ്മൾ ആരുണ്ടായിട്ടില്ല, പിന്നെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അതൊരു പ്രത്യേക അവസരമാണ്. യാക്കൂബ് നബി മരിക്കാൻ നേരത്ത് തൻ്റെ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദീ. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക? ദീനിൻ്റെ പരിശോധനയാണ്.
മക്കളുടെ സാമ്പത്തിക ലെവൽ എന്താണ്, അക്കാഡമിക്ക് അവിടെ എവിടെ എത്തിയിട്ടുണ്ട്, ഏതെല്ലാം സർട്ടിഫിക്കറ്റുകൾ അവർ കൈകാര്യം ചെയ്യാൻ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്, ഏതെല്ലാം തലങ്ങളിൽ അവരെത്തിപ്പെട്ടിട്ടുണ്ട് എന്നല്ല. മറിച്ച് പ്രിയമുള്ളവരെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളിൽ പരിശോധിക്കുന്നത് അവരുടെ ദീനിയായ നിലവാരം എന്താണ്, അവരുടെ ദീനിയായ അവരുടെ സ്റ്റാറ്റസ് എന്താണ്, അതാ ചോദിച്ചത്. അവരെ ഒന്നടങ്കം പറഞ്ഞു, ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക്. ഞങ്ങളെല്ലാവരും, ഉപ്പ യാക്കൂബ് നബിയുടെ മക്കൾ ഒന്നടങ്കം പറഞ്ഞ വാക്ക്, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഇലാഹിനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇവരൊക്കെ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവരോടാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. പ്രിയപ്പെട്ട ഉപ്പ, ഉപ്പാക്ക് സമാധാനമായി, ഉപ്പാക്ക് മനസ്സിലായി എൻ്റെ മക്കളിൽ ദീനുണ്ട്, അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? വരും തലമുറയിൽ നമ്മുടെ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ എന്താണ് അവരുടെ ദീനിയായ അവരുടെ അവസ്ഥ, ദീനിയായ അവരുടെ മനസ്സ്, മതത്തിനോടുള്ള അവരുടെ മനോഭാവം എന്താണ്? നമ്മളൊക്കെ ഇന്നു പേരു കേട്ടാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും നമ്മുടെ ഒരു വല്ലാത്ത വികാരമായി നമ്മൾ ഹൃദയത്തിൽ ചേർത്തു വച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ എങ്ങനെയാണ് വന്നത്? ആ പ്രവാചകൻ മക്കയിൽ ഭൂജാതനാവുന്നത് എങ്ങനെയാണ്? മക്കയുടെ ജാഹിലിയത്തിൻ്റെ അജ്ഞതയുടെ അന്ധകാരത്തിൻ്റെ ഇരുട്ടറകൾക്കുള്ളിലേക്ക് പ്രിയമുള്ളവരെ വെളിച്ചത്തിൻ്റെ ഏറ്റവും വലിയ വിളക്കുമായി മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാകുന്നതിൻ്റെ പുറകിൽ ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥനയുണ്ട്, ഒരു വെല്ലിപ്പയുടെ പ്രാർത്ഥനയുണ്ട്. ഏതാ വെല്ലിപ്പ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ വന്നു ചേരാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വളരെ കൃത്യമായി അത് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയതമയെയും ചോര പൈതലിനെയും മക്കയുടെ ഊഷര മരുഭൂമിയിൽ വിട്ടേച്ചു പോകുമ്പോൾ അവിടെ നിന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്താ? സൂറത്തുൽ ബഖറയിലെ 129 ആയത്ത്, ഞാൻ എൻ്റെ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. എൻ്റെ രക്ഷിതാവേ, ഈ മക്കയിൽ നീ ഒരു പ്രവാചകനെ നിയോഗിക്കണം. റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ നിയോഗിക്കണം. എന്തിനാ നിയോഗിക്കുന്നത്? യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവേ, നിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, നിൻ്റെ വചനങ്ങൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഈ സമൂഹത്തിൻ്റെ ധാർമ്മികമായ നിലവാരത്തെ പരിശോധിച്ചു നോക്കുന്ന, അവരുടെ അന്ധകാരത്തിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന, അവരുടെ അധർമ്മത്തിൻ്റെ എല്ലാവിധ ജീവിത രീതികളിൽ നിന്നും അവരെ വിശുദ്ധമായ സംസ്കാരത്തിൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുലർത്തുന്ന ഒരു പ്രവാചകനെ അവരിൽ നിയോഗിക്കണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അന ദഅവതു ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അന ദഅവതു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, അവരൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ? വരാനിരിക്കുന്ന തലമുറയിൽ ദീനുണ്ടാവണം, ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ വേണം, ദീനീയായ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന മക്കളുണ്ടാവണം. ചെറുപ്പക്കാരായ ആളുകളെ കണ്ടാൽ, യുവാക്കളെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു യുവാവിനെ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിക്കും, മർഹബൻ ബി വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസിയ്യത്തുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ. ചെറിയ മക്കളെ, ചെറുപ്പക്കാരായ യുവാക്കളെ, അവരെ സ്വാഗതം ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം. അമറനാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? അന്നുഫഹിമകുമുൽ ഹദീസ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. ചെറുപ്പക്കാരായ കുട്ടികൾക്ക്
അള്ളാഹിൻ്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആരുടെ വസിയത്താ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താൻ. വനുവസ്സിഅ ലക്കും ഫിൽ മജാലിസ്, മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീനിയായ സദസ്സുകളിൽ അവർക്ക് പ്രത്യേകമായ ഇരിപ്പിടങ്ങളും അവർക്ക് പ്രത്യേകമായ സ്ഥാനങ്ങളും നൽകണം, അവരെ വിശാലമാക്കി കൊടുക്കണം, അവരെ പരിഗണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് വസിയത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാണ് എന്തിനെന്നറിയോ? വ ഇന്നക്കും ഖുലൂഫുന, കാരണം ഞങ്ങൾക്ക് ശേഷം ഈ ദീനിൻ്റെ ആളുകൾ നിങ്ങളാണ്. ഫഇന്നക്കും ഖുലൂഫുന വഅഹ്ലുൽ ഹദീസ് ബഅദന, ഞങ്ങൾക്ക് ശേഷം ഈ ദീന് കൊണ്ടു നടക്കാനുള്ളവർ ചെറുപ്പക്കാരെ നിങ്ങളാണ്. ഈ ദീനിൻ്റെ വിളക്കുകളുമായി, പ്രവാചകൻ്റെ ഏറ്റവും മധുരമുള്ള ആ വാക്കുകളുമായി, പ്രവാചകൻ്റെ ഹദീസുകളും പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളും ഇരുട്ടിൽ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഏറ്റവും വലിയ വിളക്കുകളായി കത്തിച്ചു വെക്കേണ്ടവർ ചെറുപ്പക്കാരെ നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് യുവാക്കളെ പ്രത്യേകം പരിഗണിക്കണമെന്ന്. ഞാൻ സുഹൃത്തുക്കളെ, ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഉദ്ധരിച്ചത് എന്തിനാ? നിങ്ങൾ മനസ്സിലാക്കണം, വരും തലമുറയെ, നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ നന്നായി പഠിക്കണം. അവരുടെ ദീനിയായ നിലവാരം നമ്മൾ നന്നായി വിലയിരുത്തണം. അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, എവിടെയാണ് നമ്മുടെ മക്കൾ നിൽക്കുന്നത്? അല്ലേ, ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുക എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലുമൊക്കെ. അല്ലേ, ക്യാമ്പസുകൾക്ക് മുമ്പിൽ ഒരിത്തിരി പോകുന്ന മൈക്കും പിടിച്ച് ഫാഷൻ ഡ്രസ് കോഡൊക്കെ ഇട്ട് ചില പെൺകുട്ടികൾ, ചില ആൺകുട്ടികൾ, അവരിങ്ങനെ മുസ്ലിം പെൺകുട്ടികളെ, തട്ടമിട്ട പെൺകുട്ടികളെ പ്രത്യേകം ലക്ഷ്യം വെച്ച്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് മൈക്ക് നീട്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? മതമാണോ വലുത്, അതല്ല രാജ്യമാണോ വലുത്? മതമാണോ വലുത്, മനുഷ്യ സ്നേഹമാണോ വലുത്? മതമാണോ വലുത്, മനുഷ്യ സൗഹാർദ്ദമാണോ വലുത്? നമ്മുടെ മക്കളിൽ പലരും കൊടുത്ത മറുപടി എന്താ? മതം വേണ്ട, മനുഷ്യന്മാർ ജീവിക്കട്ടെ, സൗഹാർദ്ദത്തിലും ഈ സ്നേഹത്തിലും ഐക്യത്തിലും നമ്മൾ ജീവിക്കട്ടെ. അവിടെ എന്തിനാണ് മതം കൂട്ടിക്കലർത്തി തീവ്രവാദവും അതുപോലെ തന്നെ വർഗീയതയും സൃഷ്ടിക്കുന്നത്? ആരാ പറയുന്നത്? മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം ചെറുപ്പക്കാർ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ പരിശോധിക്കും നമ്മുടെ മക്കളുടെ ദീനിയായ നിലവാരം എവിടെയാണ്. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയെ നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെയാണ് മഹാനായ റസൂലിൻ്റെ വസിയത്തിനെ നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലൂടെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾ വിശ്വാസികളെ, നമ്മുടെ മനസ്സിനെ അതിങ്ങനെ തട്ടിച്ച് കോറിച്ച് വരേണ്ടത്. എൻ്റെ മക്കളുടെ, അതല്ലെങ്കിൽ അടുത്ത തലമുറയുടെ ഈ ദീനിയായ നിലവാരം എന്താണ്? യോളോ സംസ്കാരത്തിലാണ്. യു ഓൺലി ലിവ് വൺസ്. അല്ലേ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിനുള്ളിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ രസിച്ച് രമിച്ച് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ആസ്വദിച്ച് അങ്ങനെ കടന്നു പോവണം. അതുകൊണ്ട് അതിർത്തികൾ വേണ്ട, അതുകൊണ്ട് അതിരുകൾ വേണ്ട, ആൺ പെൺ അതിർത്തികൾ വേണ്ട, അവിടെ ബൗണ്ടറികൾ സൃഷ്ടിക്കേണ്ടതില്ല. അതിർത്തികളില്ലാതെ സ്വൈരവ്യവഹാരത്തോടു കൂടി ജീവിക്കാമെന്നാണ് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കാരണവന്മാരെ, വയസ്സുള്ളവരെ, ഉപ്പമാരെ, പ്രിയപ്പെട്ട ദീനുള്ള ചെറുപ്പക്കാരെ, നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് ചെറുപ്പക്കാർക്ക്, വരും തലമുറക്ക് ഈ ദീനിൻ്റെ വിളക്ക് കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നത്. അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വസിയ്യത്താണ്, നമ്മളോട് റസൂല് പറഞ്ഞ വസിയ്യത്താണ്. കാരണം ജാഹിലിയത്തിലാണ് പുതിയ തലമുറയുടെ ജീവിതം. ചരിത്രം അറിയുന്നില്ല. അവർ വിചാരിച്ചത് ഇതാണ് ഏറ്റവും വലിയ പുരോഗമനം എന്നാണ്. യു ഓൺലി ലിവ് വൺസ് എന്നതാണ് ഏറ്റവും വലിയ പുരോഗമനം. പ്രിയമുള്ളവരെ, അത് ജാഹിലിയത്തിൻ്റെ അറബികൾ പറഞ്ഞിരുന്ന വാക്കാണ്. ജാഹിലിയത്തിലെ അറബികൾ പറഞ്ഞിരുന്ന വാക്കാണ്, അവരുടെ വാചകമാണത്. ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ് കളിയാക്കലില്ലേ? യഥാർത്ഥത്തിൽ പുരോഗമനം എന്ന് പറഞ്ഞാൽ യോളോ ആണെങ്കിൽ പുരോഗമനം 6-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ അറബികളുടെ ജാഹിലിയത്തിലെ ആളുകളുടെ സംസ്കാരം പറഞ്ഞത് സൂറത്തു മുഅ്മിനൂനിലെ 37-ാമത്തെ ആയത്ത്, ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ നമൂതു വനഹ്യാ, നമ്മളങ്ങനെ ജീവിച്ച് മരിച്ചു പോകും.
വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ ഇനി മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല. മരണശേഷം ജീവിതമില്ല എന്നുള്ളത് ആരുടെ വാക്കാ, ആരുടെ വാദാ? അത് പുരോഗമനവാദികളുടെ ഏതെങ്കിലും യൂട്യൂബിൽ ഇരുന്നിട്ട് എന്തെങ്കിലും വർത്താനം വിളമ്പുന്ന ആളുകളുടെ വാദമൊന്നുമല്ല. അത് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ വാദമാണ്. അത് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ വാദമാണ്. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാൽ വലിയ കൊടികൾ നാട്ടിക്കൊണ്ട് എൻ്റെ മകൾക്ക് പ്രായപൂർത്തി തികഞ്ഞിട്ടുണ്ട്, ലൈംഗികാസ്വാദനം ആവശ്യമുള്ളവരെ വന്നുപയോഗിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഏറ്റവും വലിയ അധർമ്മത്തിൻ്റെ കൂപ്പുകുത്തിയ ഇരുട്ടിൽ ജീവിച്ച ആ സമൂഹത്തിൻ്റെ വാദമാണ് പ്രിയമുള്ളവരെ യോളോ. ഈ ലോകമെന്ന് പറഞ്ഞാൽ ഒറ്റ ജീവിതമേ ഉള്ളൂ, ഇനി നമ്മൾ മരണശേഷം ജീവിക്കുകയില്ല എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ വാദമാണ്. ആ വാദത്തെയാണ് ഇന്ന് പുരോഗമന കുപ്പായമണിഞ്ഞ് മിഠായി കവറുകളിൽ കടലാസുകളിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് ഇത്തരത്തിലുള്ള ലിബറൽ വാദികളും പ്രിയമുള്ളവരെ ദീനിനെ രഹസ്യമായി അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢഹൃദയമുള്ള കാപ്പട്യഹൃദയമുള്ള മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ദൗത്യം എന്താ? ഈ വരും തലമുറക്ക് ദീന് കൊടുക്കണം. വരുന്ന തലമുറയിൽ മതമുണ്ടാവണം. നാം മരിച്ചു മണ്ണായിപ്പോയാൽ ഈ പള്ളികളും സ്ഥാപനങ്ങളും പ്രിയമുള്ളവരെ കൊണ്ടു നടക്കാനുള്ള ചെറുപ്പക്കാരുണ്ടാവണം. ഒരുപാട് പ്രദേശങ്ങൾ വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പല പള്ളികളും അടഞ്ഞു കിടക്കാണ്, ആളില്ല. ജമാഅത്തിന് സൊഫിൽ പ്രിയമുള്ളവരെ ഒരാൾ പോലും പുറകിൽ നിൽക്കാൻ ആളില്ല. ഇമാം അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക, പള്ളിയിൽ ഒരാളുമില്ല. ഇഷ്ടംപോലെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അപ്പുറത്തുപ്പുറത്തും ക്രിക്കറ്റിലുണ്ട്, വരാന്തയിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലും ഇരിക്കുന്നുണ്ട്. പക്ഷേ പള്ളിയിൽ ആളില്ല. ഞാനിങ്ങനെ ചോദിച്ചു എൻ്റെ ഒരു സുഹൃത്തിനോട്, എന്താ അവിടുത്തെ അവസ്ഥ? ഈ അവസ്ഥ, ഈ പള്ളിയൊക്കെ വളരെ സജീവമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, നല്ല സജീവമായ പള്ളിയാണെന്നാണ്. പാലക്കാട് ജില്ലയിലുള്ളതാണ്, എനിക്കറിയാം. പക്ഷേ അവരുടെ കാരണവന്മാർ മരണപ്പെട്ടു പോയതോടുകൂടി ആ പള്ളികളൊക്കെ അങ്ങനെ അങ്ങോട്ട് നിന്നു. ചെറുപ്പക്കാരില്ല, വരും തലമുറയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വരും തലമുറയിൽ ഈ ദീനിനെ ഉണ്ടാക്കിക്കൊടുക്കുക എന്നത് നമ്മുടെ നല്ല ബാധ്യതയാണ്. നമ്മൾ നല്ലവണ്ണം പരിശോധിക്കണം. അവിടെ മഹാന്മാരെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ്, 4 കാര്യങ്ങളിൽ നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യണം. ഈ വരുന്ന തലമുറയെ നന്നാക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് ഉസ്റത്ത്, കുടുംബമാണ്. കുടുംബകങ്ങളിൽ ദീനുണ്ടാവണം. ഉപ്പയും ഉമ്മയും ദീനോടുകൂടി ജീവിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് വളരുന്ന കുട്ടികളിലും ദീനുണ്ടാകും. വകൈഫ നളുന്നു ബില്ലബ്നാഇ ഖൈറാ ഇദാ നശഹു ഫീ ളിൽ ജാഹിലാത്തി. അറബിയിലൊരു മനോഹരമായ കവിതയാണ്. വകൈഫ നളുന്നു, നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക, നമ്മൾ എങ്ങനെയാണ് കൊതിക്കുക, ബില്ലബ്നാഇ ഖൈറാ, വരും മക്കളിൽ എന്ത് ഖൈറിനെയാണ് നമ്മൾ കൊതിക്കുന്നത്? കാരണം അവർ വളർന്നു വന്നിട്ടുള്ളത് ബിഹിളിൽ ജാഇലാത്തി, വിവരമില്ലാത്ത മാതാപിതാക്കളുടെ മടിത്തട്ടിലാണ്. അള്ളാഹുവിൻ്റെ ദീന് കൊണ്ടു നടക്കാത്ത, നിസ്കരിക്കാത്ത, നോമ്പില്ലാത്ത, അള്ളാഹുവിൻ്റെ ഖുർആനുമായി ബന്ധമില്ലാത്ത, ഈ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ പരിസരത്ത് പോലും വരാത്ത മാതാപിതാക്കളിൽ നിന്ന് വളർന്നു വന്ന മക്കളിൽ വകൈഫ നളുന്നു ബില്ലബ്നാഇ ഖൈറാ, അവരിൽ എന്ത് നന്മയാണ് നമ്മൾ കൊതിക്കുന്നതെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള ഉപ്പമാരെ, പ്രിയമുള്ള ഉമ്മമാരെ, ദീനെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്, നമുക്കുള്ള സംരക്ഷണമാണ്. മൊബൈൽ ചാർജറുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിന് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. സിറ്റൗട്ട് വൃത്തിയാക്കാത്തതിന് വിഷയത്തിന് ഉമ്മയുടെ നേരെ കത്തിയുമെടുത്ത് ഉമ്മയെ കുത്തി ഒരു 17കാരി നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കേട്ടു. എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്? പ്രിയമുള്ളവരെ, വീട്ടിലെ ചെറിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മക്കളെ MDMA ഉപയോഗിച്ച് അവൻ്റെ ലൈസൻസ് തെറ്റിപ്പോയി, അവൻ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവൻ്റേതായ ഇംഗിതങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. ഈ ജാതി സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലഹരി മുഖേന വേട്ടയാടപ്പെട്ട് MDMAയുടെയും സിന്തറ്റിക് ലഹരിയുടെയും ഉള്ളിൽ പ്രിയമുള്ളവരെ തളച്ചിടപ്പോകുന്ന ഈ ഒരു സമുദായത്തെ നമ്മൾ പരിഗണിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ മുഴുവൻ തിക്തഫലങ്ങളും കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങും നമ്മൾ അനുഭവിക്കാൻ. അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിൽ ദീനുണ്ടാവണം. ബിസ്മി ചൊല്ലുകൊണ്ട് വീട്ടിൽ കയറണം. സലാം പറയുന്ന സംസ്കാരം വീട്ടിലുണ്ടാവണം. തീന്മേശയിൽ ഒരുമിച്ചിരുന്ന് ഉപ്പയും ഉമ്മയും മക്കളും കൂടിയിരുന്ന് അവർ ചർച്ചകൾ നടത്തട്ടെ.
മകളുടെ സ്കൂളിലെ വിശേഷങ്ങൾ, മകൻ്റെ വീട്ടിലെയും അതുപോലെ തന്നെ അവൻ്റെ ക്യാമ്പസിലെയും വിശേഷങ്ങൾ അന്വേഷിക്കണം. അവൻ്റെ സുഹൃത്ത് വലയത്തെ ചോദിക്കണം. ആ പെൺകുട്ടിയുടെ സുഹൃത്ത് വലയങ്ങൾ നമ്മൾ അറിയണം. പ്രിയമുള്ളവരെ, ഇതൊന്നും അറിയാതെ ഉപ്പയുടെ പണികളുമായി പ്രവാസ ലോകത്ത്, ഉമ്മയുടെ അടുക്കള ജോലിയുമായി അടുക്കളയുടെ ലോകത്ത് അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ തിക്തഫലങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ അടുത്ത കാലത്ത് തന്നെ അനുഭവിച്ചു തുടങ്ങും. അതുകൊണ്ട് വരുന്ന തലമുറയിൽ ദീനുണ്ടാവാൻ ഏറ്റവും പ്രധാനമാണ് അൽ ഉസ്റ, കുടുംബം നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബ സദസ്സുകൾ വർദ്ധിക്കണം. കുടുംബ വിജ്ഞാന സദസ്സുകൾ നമ്മൾ കൂട്ടണം. അവരെ ഒരുമിച്ചിരുത്തണം. അല്ലേ? ഒരു മഹല്ല് കമ്മിറ്റി ചെയ്ത വളരെ പ്രശംസനീയമായൊരു കാര്യമുണ്ട്. ആ പള്ളിയിൽ വിവാഹം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ആ പള്ളിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 2 വീട്ടുകാരെയും അവർ ഒരുമിച്ച് കൂട്ടും. വരൻ്റെ വീട്ടുകാരെയും വധുവിൻ്റെ വീട്ടുകാരെയും പേഴ്സണലി വിളിച്ചുകൂട്ടി അവർ പള്ളിയിലിരുത്തി 2 വീട്ടുകാർക്കും ദീനിയായ ഈ രംഗത്തുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിലുള്ള നല്ല പ്ലാനിങ്ങുകൾ, നല്ല ചിന്തകൾ, നമ്മുടെ കുടുംബങ്ങളെ പ്രിയമുള്ളവരെ നന്നാക്കാനുള്ള നല്ല പ്ലാനുകൾ നമ്മുടെ അടുത്ത് വേണം. അതുകൊണ്ട് ഒന്നാമത്തെ തൂണ് കുടുംബമാണ്. കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, മക്കളിൽ നിന്ന് തുടങ്ങണം, ഉമ്മയിൽ നിന്ന് തുടങ്ങണം. അൽ ഉമ്മു തബ്നിൽ ഉമ്മ, ഉമ്മയാണ് ഉമ്മത്തിനെ സൃഷ്ടിക്കുന്നത്. ആ ഉമ്മ തന്നെ വ്ളോഗേഴ്സിൻ്റെ മുമ്പിലിരുന്ന് അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് ഗെയ്സ് എന്നും പറഞ്ഞ് പ്രിയമുള്ളവർ അത് അപ്ലോഡ് ചെയ്ത് അവസാനം ഒരു കോമാളി രൂപത്തിൽ പക്വതയില്ലാത്ത പാകതയില്ലാത്ത ഒരു ഉമ്മയായി മാറിയാൽ ആ ഉമ്മയിൽ നിന്ന് എന്ത് സംസ്കാരമാണ് പ്രിയപ്പെട്ട മകളും മകനുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ പക്വതയുള്ളവരാവണം. നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ഇറങ്ങണം. അവരുടെ സംസ്കാരത്തെ നമ്മൾ പരിശോധിക്കണം. അവരുടെ പ്രശ്നങ്ങളെ കേട്ടിരിക്കാൻ നമുക്ക് സമയം വേണം. ജോലി തിരക്കുകളിൽ നമ്മൾ മുഴുകിക്കൊണ്ട് അവസാനം മക്കൾ കൈവിട്ടുപോയിട്ട് എനിക്കത്രമേൽ ഇഷ്ടമായിരുന്നു അവളെ എന്ന് കണ്ണു നനഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സുഹൃത്തെ, ആദ്യത്തെ തൂണെന്ന് പറഞ്ഞാൽ കുടുംബമാണ്. രണ്ടാമത്തത് മസ്ജിദാണ്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് പള്ളിയാണ്. ഇന്ന് നമ്മളെ പള്ളിക്കൊരു റോളില്ലാത്ത കോലത്തിലാണ്. നമ്മുടെ നാട്ടിൽ പള്ളി എന്ന് പറഞ്ഞ് നിസ്കരിക്കാനും അതേപോലെ തന്നെ ഇതിനൊക്കെ അല്ലേ, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പ്രിയമുള്ളവരെ, സാധാരണ നമ്മൾ പണ്ട് പറയാറുണ്ട് പള്ളി പോയി പറഞ്ഞാൽ മതി അല്ലേ. അതെങ്ങനെ വന്നതാ? പള്ളി പോയി പറഞ്ഞാൽ മതി എന്നുള്ളൊരു ചൊല്ല്. സുഹൃത്തെ, പള്ളിയാണ് ഒരു പരിഹാരം. പള്ളിയാണ് എന്തിൻ്റെയും പരിഹാരം കാണുന്ന സ്ഥലം എന്നതാണ്. മദീനയിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മസ്ജിദുൻ നബവിയിലെത്തും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിരുത്തി ആ വിഷയങ്ങൾ ചർച്ച ചെയ്യും, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. പള്ളി മിമ്പറുകളിൽ നിന്ന് കേൾക്കുന്നത് അത്തരത്തിലുള്ള വിഷയങ്ങളാണ്. പള്ളിക്കാർക്കും പള്ളി കമ്മിറ്റിക്കാർക്കും പ്രിയമുള്ളവരെ ഒരു ജയിലുൽ ജദീദ്, നല്ല തലമുറയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. ഈ മഹല്ലിൻ്റെ പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം വീടുകളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവണം. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ധാരണയുണ്ടാവണം. അവർ വരുന്നുണ്ടോ? ഇതെന്താന്ന് വെച്ചാൽ കുട്ടികൾ അവരുടെ ദഅവാ പ്രവർത്തനങ്ങളുമായി അങ്ങനെ പോകുന്നു. സിയാറയും മറ്റു അല്ലേ ദീനിയായ സംരംഭങ്ങളും അതങ്ങനെ കൊണ്ടു നടക്കുന്നു. പക്ഷെ ആ സദസ്സുകളിൽ നമ്മുടെ എത്ര മക്കളെത്തുന്നുണ്ട്? ആ സദസ്സുകളുടെ അവസ്ഥ എന്താണ്? അത് വിലയിരുത്തുന്നതിൽ പ്രിയപ്പെട്ട കാരണവന്മാരെ നമ്മുടെ റോൾ എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ജയിലുൽ ജദീദ് ഒരു നല്ല തലമുറക്ക് തുടക്കം കുറിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള വിദ്യാസംരംഭങ്ങളിൽ നിന്നാണ്. മതം പഠിക്കുന്ന ദീനിയായ ക്ലാസ്സുകളിൽ നമ്മുടെ മക്കൾ എത്ര വരുന്നുണ്ട്? അവരുടെ റോൾ എന്താണ്? അവരുടെ ഭാഗവേദയം എന്താണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് പരിശോധിക്കുന്നുണ്ടോ? അത് വിലയിരുത്തുന്നുണ്ടോ? അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നതിന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൻ്റെ കമ്മിറ്റിക്കുണ്ട്. അതുകൊണ്ട് ധാർമ്മികമായ രംഗങ്ങളിൽ ഇടപെടുന്നിടത്ത് പള്ളി കമ്മിറ്റിക്കാർക്കും പള്ളിയുടെ ഭാരവാഹികൾക്കും പള്ളിയിലെ ആളുകൾക്കുമൊക്കെ വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു തലമുറയെ നന്നാക്കുന്നതിൽ നിന്നാണ്. മൂന്നാമത്തൊരു കാര്യം മദ്രസകളാണ്, സ്കൂളുകളാണ്. അത് പ്രൈമറി തലത്തിലാണെങ്കിലും ആ ഡിഗ്രി തലത്തിലെത്തുകയാണെങ്കിലും അവിടെയൊക്കെ നമുക്കൊരു നല്ല കാഴ്ചപ്പാടുണ്ടാവണം. നമുക്ക് നല്ല മദ്രസകൾ ഉണ്ടാവണം. പ്രിയമുള്ളവർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 4നെയും ഇന്ന് അവഗണിക്കാൻ മദ്രസ അങ്ങനെ നടക്കുന്നുണ്ട്. മദ്രസൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനോ മദ്രസയിലെ മക്കളെ നിലവാരം നോക്കാനോ ആ മക്കളിലെ ധാർമ്മികമായ പരിവേഷത്തെ പരിശോധിക്കാനോ നമുക്ക് സമയമില്ല. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, വരും തലമുറയിൽ ഈ ദീനിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നമ്മുടെ മദ്രസകളിൽ ഏറ്റവും നല്ല അധ്യാപനം, ഏറ്റവും നല്ല പഠനം
ഏറ്റവും നല്ല മാർഗമായിട്ടുള്ള ഏറ്റവും മാതൃകയായിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടുവരണം. എങ്കിലേ ലക്ഷ്യം നേടാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് കഴിയും. 5ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ചില ഉമ്മമാരൊക്കെ പറയാം അവൾ വലിയ കുട്ടിയായി, ഇനിയിപ്പോൾ പള്ളിക്ക് വിടാൻ പറ്റില്ല. വലിയ കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾക്ക് വിടാം, പള്ളിക്ക് വിടാൻ പറ്റില്ല, മദ്രസയ്ക്ക് വിടാൻ പറ്റില്ല. ഈ ചിന്താഗതി എവിടെ നിന്നാണ് പ്രിയമുള്ളവരെ നമുക്ക് വരുന്നത്? അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല പരിശോധനകൾ നമ്മുടെ മദ്രസയെ സംബന്ധിച്ച്, നമ്മുടെ അക്കാദമിക് നിലവാരത്തെ സംബന്ധിച്ച്, അവർക്ക് കൊടുക്കേണ്ട ക്ലാസ്സുകളെ സംബന്ധിച്ച് ആ മക്കളെ കൂട്ടിയിരുത്തി ഓരോ തലങ്ങളിലും ജനറേഷൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജെൻ സിയും അതുപോലെ തന്നെ ജെൻ ആൽഫയും തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം ജനറേഷനുകൾ വരുന്നു. അതിനെക്കുറിച്ചൊരു അപ്ഡേഷനുമില്ലാത്ത, അതിനെക്കുറിച്ചൊന്നും പഠനങ്ങളില്ലാത്ത, അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുമില്ലാത്ത അധ്യാപകർ പഠിപ്പിച്ചാൽ തലമുറയിൽ വരുന്നത് ദുരന്തമായിരിക്കും. നമ്മൾ ഈ പണ്ട് കാലത്തെ നോക്കിയയുടെ ചെറിയ ഫോണ് അന്നത്തെ റിപ്പയർ ചെയ്യുന്ന ആളുടെ കയ്യിൽ അത് കൊടുത്താൽ നടക്കും. എന്നാൽ ടച്ച് ഫോണും അതുപോലെ തന്നെ ഇൻബിൽഡ് ബാറ്ററിയൊക്കെ ഉള്ള ഫോണ് അത് റിപ്പയർ ചെയ്യാൻ അറിയുന്ന ഒരാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? അയാളത് പൊളിച്ചു വെക്കും. ബാറ്ററി ഊരാൻ കിട്ടുന്നില്ല പറയും. യഥാർത്ഥത്തിൽ ഈ അപ്ഡേറ്റുകളെക്കുറിച്ച് അറിവുള്ള ഉസ്താദുമാരുണ്ടാവണം, അധ്യാപകരുണ്ടാവണം, തലമുറയിലെ മാറ്റത്തെക്കുറിച്ചുള്ള അറിവുള്ളവർ ഉണ്ടാവണം. അതിന് പഠിക്കണം. ഒരു ഭാഗത്ത് ഇങ്ങനെ ഒഴുകിപ്പോവുകയല്ല. ഇതിങ്ങനെ രാവിലെ 7 മണി മുതൽ 8 വരെ അങ്ങനെ നടക്കുക, അതല്ല പ്രിയമുള്ളവരെ. മദ്രസക്ക് വലിയ ദൗത്യമുണ്ട്. ഒരു തലമുറയെ വളർത്തുന്നതിൽ വലിയ ദൗത്യങ്ങളുണ്ട്, വലിയ കാഴ്ചപ്പാടുകൾ വേണം. അതുകൊണ്ട് 3ാമത് മദ്രസയാണ്. നല്ല ലക്ഷ്യബോധമുള്ള മദ്രസകൾ വളരണം. നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ കിട്ടണം. ദീനിൻ്റെ പരിസരത്ത് അവരുണ്ടാവണം. അവർ നഷ്ടപ്പെട്ടു പോകരുത്. 4ാമത്തത് പ്രിയമുള്ളവരെ, പലപ്പോഴും പലരും അവഗണിക്കുന്നൊരു കാര്യമാണ് വസായിലുൽ ഇഅ്ലാം, സോഷ്യൽ മീഡിയ. നമ്മുടെ പുതിയ മീഡിയകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. നമ്മുടെ മക്കൾ ഫുൾ ഇൻസ്റ്റയിലാണ്, അവർ FBയിലാണ്, അവർ യൂട്യൂബിലാണ്. അപ്പം ഇതിൻ്റെ ഉപയോഗം പോലും അറിയാത്ത ആളുകളാണ് നമ്മളെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തിന്മകൾ സജസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഫേസ്ബുക്ക് എടുത്താൽ ഉടനെ മൂവീസും അതുപോലെ തന്നെ അത്തരത്തിലുള്ള യുക്തിവാദികളുടെയും പരസ്യങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? അവരതിനെ ഉപയോഗപ്പെടുത്തുന്നു. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവർ മാളങ്ങളിലിരുന്ന് മക്കളെ വഴിപിഴപ്പിക്കുന്നു. നമ്മൾ അറിയുന്നില്ല. നമ്മൾ പുറത്തു നിന്ന് കാര്യങ്ങൾ ചിത്രീകരിക്കുന്നു. അവർ റൂമിനുള്ളിൽ നിന്ന് മറ്റൊരു ലോകത്തെത്തുന്നു. അതല്ലേ നമ്മൾ കണ്ടത്? വളാഞ്ചേരിയിൽ ഒരു ചെറുക്കൻ്റെ കൂടെ എത്ര കുട്ടികളാണ് പോയത്? ഖുതുബയായിപ്പോയി. അദ്ദേഹത്തെ പറയാൻ പോലും നമുക്ക് മടിയാണ്. ആ പേര് തന്നെ എൻ്റെ ചെറു കുട്ടികൾക്ക് അവൻ്റെ തെറിയാണ് ഇഷ്ടപ്പെട്ടു പോയത്. അവൻ്റെ അശ്ലീല സംസാരം, അവൻ്റെ തോന്നിവാസം, അവൻ പറയുന്ന അശ്ലീല വാക്കുകൾ, അതാണ് ഒരു 7ാം ക്ലാസ്സുകാരനെ അവൻ്റെ ഫാൻസാക്കിയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ രംഗങ്ങളിൽ നമ്മുടെ മക്കൾക്ക് അതിൻ്റേതായ ഒരു റോള് കൊടുത്തിരിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ദീനിയായൊരു കാര്യം വന്നാൽ അതിനൊരു കമൻ്റ് അടിക്കാൻ നമുക്ക് കഴിയില്ല, അതൊന്ന് ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയില്ല, അതിനൊന്ന് ലൈക്ക് ചെയ്യാൻ നമുക്ക് കഴിയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ കഴിയാതിരിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താ? ദീനിയല്ലാത്ത അധർമ്മങ്ങൾക്ക് അതിനിങ്ങനെ ഇഷ്ടം പോലെ ഷെയറിങ്ങും ഇഷ്ടം പോലെ കമൻറ്റും കൊടുക്കുമ്പോൾ അത് നമ്മുടെ മക്കളുടെ വാളുകളിലേക്കും അവരുടെ ഫേസ്ബുക്ക് വാളുകളിലേക്ക് ഇങ്ങനെ വരും. അവർക്കത് സജസ്റ്റ് ചെയ്യും, അതവർ കാണും. അവർ ഈ ദീനിൻ്റെ പരിസരത്ത് നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഈ 4 തറകളിൽ 4 തൂണുകളിൽ നമ്മൾ ഉണ്ടാവണം. 1ാമത് കുടുംബത്തെ നന്നാക്കുന്നതിൽ നല്ല ശ്രദ്ധ നമുക്ക് വേണം. അത്തരം ക്ലാസ്സുകളും അത്തരം സദസ്സുകളും നമ്മുടെ മഹലിലുള്ള കുടുംബങ്ങൾക്കെങ്കിലും പ്രിയമുള്ളവരെ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതല്ലെങ്കിൽ ഇതിൻ്റെ ദുരന്തങ്ങൾ, തിക്തഫലങ്ങൾ നമ്മൾ വരും കാലത്തിൽ വളരെയേറെ അനുഭവിക്കേണ്ടി വരും, ഒരു സംശയമില്ല. 2ാമത്തത് നമ്മുടെ മദ്രസകളും പള്ളികളുമാണ്. 3ാമത്തത്. 4ാമത്തത് സോഷ്യൽ മീഡിയയാണ്. ഈ 4 രംഗത്തെയും നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ ദീന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ 4 ഭാഗങ്ങളെ നല്ല പ്രതീക്ഷയോടെയും നല്ല പ്രാർത്ഥനയോടെയും ഈ 4 ഏരിയകൾ നന്നാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. റഹ്മാനായ റബ്ബ് നമ്മുടെ പള്ളികളും നമ്മുടെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഈ ദീനിൻ്റെ ദഅവത്തും എല്ലാം കൊണ്ടു നടക്കുന്ന നല്ല തലമുറകളെ നമുക്കെല്ലാവർക്കും നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ ജീവിക്കണമെന്ന്
ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള നല്ല പരിസരവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ മരണ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നെ വ്യക്തിപരമായി ഒരു ഭാഗത്തേക്ക് നിർത്തിയിട്ട് എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, മയ്യത്ത് നിസ്കാരമൊക്കെ അറിയില്ല, മയ്യത്ത് നിസ്കാരമൊക്കെ അറിയില്ല, അതിലെന്തൊക്കെ പ്രാർത്ഥിക്കേണ്ടത്, അതിലെ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്, ഈ പെണ്ണാകുമ്പോൾ എവിടെ നിൽക്കേണ്ടത്, ആണാകുമ്പോൾ എവിടെ നിൽക്കേണ്ടത്. അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹം ഒരു അറബി കോളേജിൽ പഠിച്ച മനുഷ്യനാണ്, എന്നിട്ട് പോലും ഈ കാര്യങ്ങൾ അറിയില്ല. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപക്ഷെ ഡിഗ്രികളുള്ള മക്കളുണ്ടാവും, ഒരുപാട് സർട്ടിഫിക്കറ്റുകളും, അല്ലേ, നമുക്കൊരു ആശ്വാസമായിരിക്കും. എൻ്റെ മോനെ ഒരു നിലവാരത്തേക്ക് നമുക്ക് എത്തിച്ചിട്ടുണ്ട്. അതല്ല വേണ്ടത്, അത് വേണ്ടെന്നല്ല, അതല്ല വേണ്ടത്, അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വേണ്ടത് എന്താണ്? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ ഉപ്പിമ്മിങ്ങനെ സ്വർഗത്തേക്ക് ഇങ്ങനെ കയറി ദറജകൾ വർദ്ധിച്ചിങ്ങനെ പോകുമ്പോൾ ആ ഉപ്പയും ഉമ്മയും അള്ളാഹിനോട് ചോദിക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾ മാത്രം എന്തെങ്ങനെ കയറുന്നത്, ഞങ്ങൾ മാത്രം എന്തെങ്ങനെ സ്വർഗത്തിലിങ്ങനെ ദറജ കൂടുന്നത്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്നതാണ്, ബിസ്തിഗ്ഫാരി വലദികുമാ ലകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിസ്കരിച്ച് സുജൂദിൽ കിടന്നിട്ട് അള്ളാഹിൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. അവസാനത്തിൽ അത്തഹിയാത്തിൻ്റെ അവസാനത്തിൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് പ്രാർത്ഥിക്കുന്നൊരു മകനുണ്ടോ പ്രിയമുള്ളവരെ നമുക്ക്? അതുകൊണ്ട് അതിനുള്ള പരിശ്രമമാണ് നമുക്ക് വേണ്ടത്. ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായൊരു കാഴ്ച എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിൽ ഒരു പണ്ഡിതൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച അത് ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടമല്ല, അത് സ്വിറ്റ്സർലാൻഡും അതല്ലെങ്കിൽ ഏതെങ്കിലും മണാലിയോ ഒന്നുമല്ല, കാശ്മീരിലെ സൗന്ദര്യമല്ല. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച, പ്രിയമുള്ളവരെ, ഉപ്പ പള്ളിയിലെത്തുന്നതിന് മുമ്പ് മകൻ പള്ളിയിൽ വന്ന് സുന്നത്ത് നിസ്കരിക്കുന്നത് കാണാൻ പറ്റുന്നൊരു പിതാവാണ്. ഉപ്പ പള്ളിയിൽ ജമാഅത്ത് എത്തുന്നതിന് മുമ്പ് മകൻ പള്ളിയിൽ വന്ന് സുന്നത്ത് നിസ്കരിക്കുന്നത് കാണാൻ പറ്റുന്നൊരു പിതാവുണ്ടോ? ആ വാപ്പ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, നല്ല മക്കൾക്കായി പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും കൺകുളിർമയുള്ള കുടുംബത്തെയും മക്കളെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരും തലമുറയിൽ ഈ ദീനിനെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മതത്തെ കൊണ്ടു നടക്കുന്ന നല്ല ചെറുപ്പക്കാരെയും അള്ളാഹു നമുക്കും നമ്മുടെ നാടിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഒരു സുഹൃത്തിൻ്റെ കുട്ടി കുറച്ച് പ്രയാസമായിട്ട് ICUയിലാണുള്ളത്. നമ്മുടെ ഒരു പ്രവർത്തകൻ്റെയാണ്. അദ്ദേഹം ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പരിപൂർണമായി അസുഖമെല്ലാം പരിപൂർണമായി ശിഫ കൊടുത്ത് ആഫിയത്ത് നൽകി ആ കുടുംബത്തിന് നല്ല സന്തോഷത്തോടെ തന്നെ ആ കുഞ്ഞിനെ തിരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ പല രോഗങ്ങൾ അനുഭവിക്കുന്ന ഉപ്പമാരും ഉമ്മമാരും കുടുംബങ്ങളും അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെയുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, ദീനി രംഗത്ത് സജീവരായി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, എല്ലാവരുടെ കബറിടവും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة.